പിന്നെ പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വാട്ടിക ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്ന ബിസിനസ് സെൻറ്ററിൽ അവിടെയാണ് എത്തേണ്ടത്. അത് എംബസി സെനറ്റിലാണ് ഈ വാട്ടിക ബിസിനസ് സെൻറ്റർ. 5th ഫ്ലോർ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും മറ്റൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്ത് തന്നെയാണ് നടക്കുന്നത്, ബാംഗ്ലൂരാണ് നടക്കുന്നത്. അപ്പോൾ മലയാളികൾക്ക് വളരെ എളുപ്പത്തിൽ പോയി എത്താൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഞാൻ വളരെ എളുപ്പമാണ് ബാംഗ്ലൂർ വെച്ച് നടക്കുന്നത് ആയതുകൊണ്ടാണ് പ്രത്യേകം ഇത് ഇടാൻ കാരണം. അപ്പോൾ ആരൊക്കെ യോഗ്യരായിട്ടുണ്ട് അവർ ആരും ഈ ഒരു അവസരം ഒഴിവാക്കരുത്, ഒരു കാരണവശാലും വിട്ടുകളയരുത്. പോകുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഒരു CV റെസ്യൂം അതിൻ്റെ ഒരു കോപ്പി എടുക്കണം, കയ്യിലുണ്ടായിരിക്കണം, കരുതിയിരിക്കണം. പിന്നെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കയ്യിലുണ്ടായിരിക്കണം, നിർബന്ധമാണ്. പിന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒറിജിനൽ കോപ്പി തീർച്ചയായിട്ടും കയ്യിൽ വെക്കണം. പിന്നെ പോകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം. ആ ഒരു കാര്യം മാത്രമേ അവർ നിർബന്ധം പറയുന്നുള്ളൂ. പിന്നെ പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വാട്ടിക ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്ന ബിസിനസ് സെൻറ്ററിൽ അവിടെയാണ് എത്തേണ്ടത്. അത് എംബസി സെനറ്റിലാണ് ഈ വാട്ടിക ബിസിനസ് സെൻറ്റർ. 5th ഫ്ലോർ. ഫിഫ്ത്ത് ഫ്ലോറിലാണ്. കടുബേശനഹള്ളി വില്ലേജിലാണിത്, ഔട്ടർ റിംഗ് റോഡ്, ബാംഗ്ലൂരു. അപ്പോൾ അഡ്രസ്സ് ഞാൻ കൃത്യമായിട്ട് കൊടുത്തേക്കാം, താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇത് എന്താണ് നമ്മുടെ ഇതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട്, അതുപോലെ ഫോൺ നമ്പറും മെയിൽ ID യും എല്ലാം ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മെയിൽ അയയ്ക്കുക. മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുക. ഇത് ഒരു ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ വളരെ റെയറായിട്ടേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, പൊസിഷൻസ് പറയാം. ഹെയർ ഡ്രസ്സറിൻ്റെ പൊസിഷൻ അവൈലബിൾ ആണ്, മസാജ് തെറാപ്പിസ്റ്റിൻ്റെ പൊസിഷനും അവൈലബിൾ ആണ്. ഹെയർ ഡ്രസ്സർ അത് മെയിൽ ആൻഡ് ഫീമെയിലാണ്, രണ്ടുമുണ്ട്. പിന്നെ തെറാപ്പിസ്റ്റിൻ്റെത് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഉണ്ട്, അതും ഫീമെയിൽ മാത്രമേ ഉള്ളൂ. ഫിറ്റ്നസ് ട്രെയിനർ മെയിലും ഫീമെയിൽ രണ്ടും ഉണ്ട്. പിന്നെ നെയിൽ ടെക്നീഷ്യനാണ്, അതും മെയിലും ഫീമെയിലുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെയിനായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു കോപ്പി വേണം, CV ഒരു കോപ്പി കൊണ്ടുപോകണം, അത് മറക്കരുത്, ഒരു കാരണവശാലും മറക്കണ്ട. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും വേണം. പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഫോട്ടോ കോപ്പി മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഒറിജിനൽ വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണം, അതുപോലെ മാൻഡേറ്ററി ആണ് നിങ്ങളുടെ ഇംഗ്ലീഷ്. ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഡേറ്റ് ഒരു കാരണവശാലും മറന്നു പോകണ്ട, ഡേറ്റ് ടൈം മറന്നു പോകണ്ട. 22-ാം തീയതിയാണ്. 22-ാം തീയതി മെയ് 22-ന് 10 മണി മുതൽ 4 മണി വരെയാണ് ടൈം. പിന്നെ ഇത് കപ്പലിലേക്കാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇൻഡസ് ഹോസ്പിറ്റാലിറ്റി ആണ് എടുക്കുന്നത്. അതുപോലെ അവർ വൺ സ്പാ വേൾഡിന് വേണ്ടിയിട്ടാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് കപ്പലിലേക്കാണ്, ഏത് കമ്പനിയിലേക്കാണ് നിങ്ങൾ വിടുക എന്ന്. വൺ സ്പാ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു UK കമ്പനിയാണ്. അവർ എടുത്തതിന് ശേഷം ഓരോ കമ്പനികൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, പക്ഷേങ്കിൽ നിങ്ങൾ ഓരോ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് നിങ്ങൾ വിടും. അതിന് ഇപ്രാവശ്യം നിങ്ങൾക്ക് കാർണിവലാണ് കിട്ടിയതെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നോർവീജിയനായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വേറെ സ്ഥലത്തേക്ക് അവർ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഒരു കാരണവശാലും കളയരുത്. ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതിന് പോകണം, പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പോകുന്ന എല്ലാവർക്കും ജോലി കിട്ടും എന്ന് വിചാരിക്കേണ്ട, പക്ഷെ പോകുന്ന നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് നിങ്ങൾ കോൺഫിഡൻസോടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തട്ടെ. താങ്ക് യു.